ഹായ് ഡിയേഴ്സ്! എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ നമ്മുടെ പുതിയ വർഷത്തെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇന്ന് കുറേ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞ് രാവിലെ മുഖത്ത് പൗഡറൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ ചേച്ചിയുടെ ഒക്കെ കൂടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം മാളുവിനെയും സിദ്ധുവിനെയും നമ്മളിവിടെ സ്കൂളിൽ ചേർത്തു കേട്ടോ. അപ്പോൾ അവരിനി ഇവിടെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അവരെന്തായാലും ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇവൻ പിന്നെ അംഗൻവാടി പോകാറൊന്നും ആയില്ല കേട്ടോ. 2 വയസ്സായതേ ഉള്ളൂ. രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോഴാട്ടോ എഴുന്നേറ്റത്. പിന്നെ കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ നടന്നു. നമ്മുടെ പൂന്തോട്ടത്തിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമാണ്. നമുക്ക് പൂക്കളുള്ള ചെടി ഭയങ്കര കുറവാട്ടോ. എല്ലാം ഇലച്ചെടിയാണ്. പൂച്ചെടിയാണെങ്കിൽ ഞാൻ തപ്പുന്നുണ്ട് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൂച്ചെടി വെച്ച് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് പോവും. അന്നേരം മാത്രമേ പൂക്കത്തുള്ളൂ. അപ്പം എവിടെന്നെങ്കിലും വീട്ടിൽ നിന്നൊക്കെ നമുക്ക് പറിക്കാനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും തന്നതൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ നിന്നൊക്കെ കൊണ്ട് വെച്ചതാണ്. ഇതൊക്കെ ഇപ്പോഴും നല്ല നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആകെ പൂവുള്ളത് 2-3 ചെടിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ നടന്നു പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് അധികം കടുങ്കാപ്പി കുടിക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. കാരണം കഴിഞ്ഞ മാസം 1 മാസം ഫുള്ള് മൈഗ്രെയിൻ കാരണം സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. മൈഗ്രെയിൻ ഉള്ളവർ കഫീൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്നാണ്. ഞാൻ തലവേദന വരുമ്പോൾ ഒക്കെ പോയി കാപ്പി ഉണ്ടാക്കി കുടിക്കും. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് മൈഗ്രെയിൻ ഉള്ളപ്പോൾ ഇങ്ങനെ കോഫി കുടിക്കുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ദേ നോക്കുമ്പോൾ പാല് പിരിഞ്ഞും പോയി. വേറെ കാപ്പി കുടിക്കാതെ വഴിയില്ല. എപ്പോഴെങ്കിലും കുടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് സ്ഥിരമാക്കാതിരുന്നാൽ മാത്രം മതി. ഞാൻ ഭയങ്കര കോഫി അഡിക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്കങ്ങനെ ഫുള്ളായിട്ട് നിർത്താനും പറ്റത്തില്ല. അപ്പോൾ ദേ പിള്ളേർ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് യൂണിഫോം ഒന്നും ആയില്ല. കളർ ഡ്രസ്സാണ്. അപ്പോൾ ദാ മാളുവും സിദ്ധുവും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുന്നു. മാളു ഇട്ടേക്കണത് എൻ്റെ ടോപ്പാട്ടോ. അവൾക്കത് പാകമായി. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വന്ന സമയത്ത് ഞാൻ കൊടുത്തതാ കേട്ടോ. അവൾക്കത് പാകമായി. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നപ്പോൾ അവൾക്ക് ജീൻസ് ഇടാൻ ടോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിൽ പാകം അത് നോക്കി ഞാൻ കൊടുത്തതാണ്. ഞാൻ അവളുടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്ക് ഇനി നല്ല പൊക്കമുണ്ട്. അത്ര വണ്ണമില്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം പൊക്കമുണ്ട് ഇപ്പോൾ. ഈയിടെയായിട്ട് പിന്നെ എനിക്ക് വണ്ണം വെച്ചു കിട്ടും. ഞാൻ അണ്ടർ വെയിറ്റ് ആയിരുന്നു. 45-44 കിലോയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് 50 കിലോ 51 കിലോ ഉണ്ട്. ഏകദേശം കറക്റ്റ് ആ ഒരു വെയിറ്റിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ കുറച്ച് വയറ് കാണിക്കുന്നുണ്ട്. ഇനി എക്സസൈസ് ഒക്കെ ചെയ്ത് കുറയ്ക്കണം. അപ്പോൾ കുഞ്ഞ് ആദ്യം ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ആൾക്ക് വരണമെന്നായിരുന്നു. ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് പിന്നെ അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവനെയും ഫ്രണ്ടിൽ കയറ്റി ഇരുത്തുന്നുണ്ട്. ആൾക്ക് വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവനെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങളുടെ കൂടെയൊക്കെ വരും. ആദ്യം വന്ന സമയത്തൊന്നും വരത്തില്ലായിരുന്നു. അപ്പോൾ സിദ്ധും ആളും പുറകിലിരിക്കുന്നുണ്ട്. ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും സ്കൂളിലെത്തിയാൽ മതി. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേ ക്ലാസ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതേ നമ്മൾ തെടനാട് സ്കൂളിലാണ് കേട്ടോ ഇവരെ ചേർത്തേക്കുന്നത്. ഗവൺമെൻറ് ആണ്. അപ്പം അവിടെ ആട്ടോ ചേർത്തേക്കുന്നത്. പിന്നെ അപ്പുറത്തായിട്ട് ചെമ്മലമറ്റത്തുണ്ട് വേറെ മാനേജ്മെൻറ്റ് സ്കൂള്. അപ്പം ഇവിടെയാണ് ചേട്ടായിയും ചേച്ചിയും ഒക്കെ പഠിച്ചത്. തെടനാട് ടൗണിൽ തന്നെയാണ്. അപ്പം ഇപ്പോൾ അവരെ ഇവിടെ തന്നെ കൊണ്ട് ചേർത്തു കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയൊക്കെ ആക്കി. ഗവൺമെൻറ് സ്കൂൾ പഴയ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പം ഭയങ്കര അടിപൊളിയാണ്. കളിക്കാനുള്ള സ്പേസും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് ഇറക്കി വിട്ടപ്പോഴത്തേനും വാളും ഇതേ ഗ്രൗണ്ടിലേക്ക് പിള്ളേരും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ചെന്ന ദിവസം തന്നെ അവർക്ക് ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ടോ. സിദ്ധു പിന്നെ UKG ആണ്. അവനങ്ങനെ ഇച്ചിരി എല്ലാവരുമായിട്ടും കമ്പനി ആവാനൊക്കെ മടിയുള്ള ടൈപ്പാണ്. പക്ഷെ മാളും എല്ലാവരുമായിട്ടും പെട്ടെന്ന് കമ്പനിയായി. അതുകൊണ്ട് തന്നെ ചെന്ന പാടെ കൂട്ടുകാരുമായിട്ട് ഇതേ ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിൽ വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ മാളുവിനെ കാണാനില്ല. നോക്കുമ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. എല്ലാവരും കയ്യിലൊക്കെ പിടിച്ച് നടക്കുന്നുണ്ടപ്പോഴത്തേക്കും ഒരു സന്തോഷമായി. കാരണം ചിലപ്പോൾ നമ്മൾ പുതിയതായിട്ടൊക്കെ ഒരു സ്കൂളിലൊക്കെ വന്ന് ചേരുമ്പോൾ പിള്ളേരും നമ്മളോട് മിണ്ടത്തില്ലെന്നൊരു സങ്കടം വരുമല്ലോ. ഞാനങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നപ്പോൾ 3-ാം ക്ലാസ്സിൽ ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു. ആരും ഒന്നും അധികം മിണ്ടത്തില്ലായിരുന്നു. കുറേ നാൾ ഒരൊറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറേ നാളെടുത്തു നമുക്ക് ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് കണക്റ്റായി വരാൻ. അപ്പോൾ തിരിച്ച് വരുന്ന വഴി ഒരു ബാസ്ക്കറ്റും കൊട്ടയൊക്കെ വെക്കുന്ന ഒരാളെ കണ്ടു കേട്ടോ. അപ്പോൾ ഇത് കൂട്ടൊരു ബാസ്ക്കറ്റ് വാങ്ങണമെന്ന് ഓർത്ത് കുറേ നാളായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ കണ്ടപ്പോഴത്തേനും എന്തായാലും പിന്നെ ഇറങ്ങിപ്പോയി. വിലയൊക്കെ ചോദിച്ചിട്ട് അതൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. കുഞ്ഞാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മിണ്ടിയിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നവരെയും വരുന്നവരെയും വണ്ടിയും ഒക്കെ ഭയങ്കര നിരീക്ഷണമാണ്. അവനിങ്ങനെ എന്തോരം വേണം പൊക്കോണ്ടിരിക്കും. ഒരു മടുപ്പില്ല. സാധാരണ പിള്ളേരൊക്കെ മടുക്കുമല്ലോ. ഇതിന് മടുപ്പേ ഇല്ല. ചേട്ടായി ഇങ്ങനെ വണ്ടി എടുക്കുന്ന കാണുമ്പോഴത്തേക്കും വണ്ടിയിൽ പോവാൻ ടാറ്റ പോവാന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. വീട്ടിലിരിക്കുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. ആ ബൈക്ക് കാണുമ്പോൾ ആ ബൈക്കിൽ പോയിട്ട് മുകളിൽ പോയിട്ട് ടാറ്റ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ അങ്ങനെ കയറി പോകുന്നു. അവനങ്ങനെ പിന്നെ അമ്മ വേണം അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി കൂടെ. അറിയത്തില്ലാത്തവരുമായിട്ട് അടുക്കത്തേ ഇല്ല കേട്ടോ. അറിയാവുന്നവരുടെ അടുത്ത് മാത്രമേ അടുക്കത്തുള്ളൂ. മാളുമൊക്കെ അങ്ങനെയല്ല. മാളും എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. പക്ഷേ ഇവന് ഇങ്ങനെ കുറച്ച് സെലക്റ്റീവാണ്. അപ്പം ചേച്ചി ദാ ഇവിടെ കടിച്ചു വാരുന്നുണ്ട്. എനിക്കിനി വന്നിട്ട് പണി തുടങ്ങുന്നതേ ഉള്ളൂ. രാവിലെ പിന്നെ അവർ പോകുന്നതുകൊണ്ട് വെറുതെ കൂടെ കയറി അങ്ങ് പോയതാണ്. കടയിലും കയറാനുണ്ട്
ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം പിന്നെ 3 പേര് ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കുഞ്ഞ് മാത്രേ ഉള്ളൂ ട്ടോ. അതുകൊണ്ട് തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 3 ആളുടെ ഒച്ചയും ബഹളവും ആയിരിക്കും. ഇപ്പൊ രാവിലെ ഞാൻ ഒരു പഴം കഴിക്കുന്നുണ്ട് ട്ടോ. ചിലപ്പോൾ ഞാൻ പുഴുങ്ങി കഴിക്കും. ഇന്ന് പിന്നെ പുഴുങ്ങാതെ കഴിക്കാമെന്ന് വിചാരിച്ചു. സമയമില്ല. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും എക്സസൈസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തു ട്ടോ. മൈഗ്രെയിൻ ആയിരുന്ന സമയത്ത് എനിക്ക് തീരെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹെവി തലവേദനയായിരുന്നു. ഇപ്പം നന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2, 3 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇനിയിപ്പം റെഗുലറായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വയറൊക്കെ ചാടി. അപ്പോൾ പിന്നെ എന്തായാലും എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു 1 മന്ത് കണ്ടിന്യൂസ്ലി എക്സസൈസും ചെയ്തില്ല. പിന്നെ മൈഗ്രെയിനൊക്കെ ആയിരുന്നതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുത്തു. ഫുള്ള് ഉറക്കവും കിടപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് വയറൊക്കെ ചാടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ ഫസ്റ്റ് അറിയുന്നത് നമ്മുടെ വയറിലായിരിക്കും. വയറ് ചാടും. എനിക്കങ്ങനെ വണ്ണം വെച്ചിരുന്നാലും മെലിഞ്ഞാലും അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടും ഫിറ്റായിട്ടിരിക്കണം അതാണ് ആഗ്രഹം. ശരിക്കും വണ്ണം എന്നുള്ളത് മെലിഞ്ഞിരിക്കുന്നതും അല്ല ഹെൽത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുന്നേ ഞാൻ നന്നായിട്ട് മെലിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ആരോഗ്യമില്ലായിരുന്നു. ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു ആരോഗ്യം വെക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളാട്ടോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ ഒരു ദിവസം ഭയങ്കര നമ്മൾ ആക്റ്റീവായിരിക്കും. അപ്പോൾ ചേട്ടായി രാവിലെ പണിക്ക് പോകാൻ വേണ്ടി പൊതി ഇട്ടതാ കേട്ടോ. എന്നിട്ട് ചേട്ടായിക്ക് പണിയില്ലായിരുന്നു. അപ്പോൾ പൊതി കിട്ടിയതെടുത്ത് ചേട്ടായി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറ് കഴിക്കണ്ടോയെന്ന് വിചാരിച്ചാ കേട്ടോ. അപ്പോൾ ചേട്ടായിയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അത് കഴിച്ച് കാണിച്ച് എന്നെ കൊതിപ്പിക്കുക. പ്രത്യേകിച്ച് പയറും അച്ചാറും മോരുകറിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. മോരുകറി ഇല്ലായിരുന്നു. പിന്നെ പയറ് തന്നെ എന്തോ തേങ്ങ അരച്ച് വെച്ച അങ്ങനെ എന്തോ കറിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്തിരുന്ന് പിന്നെ 3, 4 വായൊക്കെ ചേട്ടൻ്റെ കൂടെ വാരി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പയറും മാങ്ങാച്ചാറും അടിപൊളി കോംബോയാണ്. അതും വാഴയിലക്കകത്ത് പൊതിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫ്ലേവർ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചേട്ടായി ഇതേ ഫുഡ് കഴിച്ചിട്ട് രാവിലെ പോകുന്നുണ്ട്. എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞാനും കുഞ്ഞും ചേച്ചിയും മാത്രം ഒറ്റയ്ക്കായി. അവനും ഇവിടെ നിന്നിട്ട് മുക്ക് ചേച്ചി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ ചേട്ടായിനെ അങ്ങനെ വിളിക്കുന്നത്. എന്നെ മൊട്ടായി ചേച്ചി എന്നാണ് സിദ്ധുവും ആളും വിളിക്കുന്നത്. അത് കേട്ടിട്ട് മൊട്ടായി എന്ന് വരത്തില്ലാത്തതുകൊണ്ട് അവൻ മുക്ക് ചേച്ചി എന്ന് വിളിക്കും. എന്നിട്ട് ചേട്ടായിനും അങ്ങനെ തന്നെ വിളിക്കും. ചേട്ടായിനെ തൊട്ടാപ്പിയാണ് അവർ വിളിക്കണത്. പക്ഷെ അങ്ങനെ വിളിക്കാൻ അറിയില്ല കേട്ടോ. ചേച്ചി ഇവിടെ ദേ രാവിലെ തന്നെ തുണിയൊക്കെ അലക്കി വിരിച്ചിടുന്നുണ്ട്. എനിക്ക് ഇനി വേണം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ. രാവിലെ എഴുന്നേറ്റ് ഓരോരോ പരിപാടിയായിട്ട് അങ്ങനെയും നടന്ന് സമയം പോയി. അപ്പോൾ ഞാൻ ദേ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാവ് മിച്ചം വന്നത് ഞാനൊരു കുഞ്ഞ് പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പം രാവിലെ എക്സസൈസിന് മുമ്പ് ഒന്നുമില്ലെങ്കിൽ കോഫിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെറും വയറ്റിൽ തന്നെ എക്സസൈസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു ക്ഷീണം പോലെ തോന്നും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. ഹെവി എന്നൊന്നും പറയാനില്ല. എന്നാലും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും മുട്ട പുഴുങ്ങിയതോ പഴമോ കഴിക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ദേ ഇതേപോലെ എന്തെങ്കിലും ദോശ ചില ദിവസം ചോറൊക്കെ ആയിരിക്കും. ഇന്ന് ആ മാവ് മിച്ചം വന്നതുകൊണ്ട് ഞാൻ നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. കറിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയൊന്നും അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പം എല്ലാവർക്കും കൂടെ അങ്ങനെ ഉണ്ടാക്കിയതല്ലല്ലോ. പിള്ളേർക്ക് പിന്നെ രാവിലെ പഴം പുഴുങ്ങി കൊടുത്തു വിട്ടു. അപ്പം എനിക്ക് രാവിലെ ആ ഒരു പഴം കഴിച്ചുകൊണ്ട് പിന്നെ പഴം പുഴുങ്ങി കഴിക്കാൻ മടിയാണ്. അതുകൊണ്ട് പിന്നെ നൈസായിട്ട് നെയ് റോസ്റ്റ് പോലെയങ്ങ് ആക്കി. കറി വെക്കാൻ മടിയാ കേട്ടോ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് തേങ്ങ മാത്രം ചിരവി കുറച്ച് ചമ്മന്തിക്കറിയൊക്കെ വെക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ്. നമുക്കൊരു 4, 5 പേർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ലേ. പക്ഷേ ഈ ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് ഞാൻ തന്നെ ഉള്ളെങ്കിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അവരൊക്കെ പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുക. ഞാൻ കഴിച്ചപ്പോൾ തന്നെ ഒരു 10 മണിയായി. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫോണിലിരുന്ന് കമൻസൊക്കെ നോക്കിയിട്ട് അടുത്തത് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നുണ്ട്. അപ്പോൾ രാവിലെ പിന്നെ ഒരു 1 1/2 മണിക്കൂർ ക്ലാസ്സിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടിക്കൊക്കെ പോകാനായിട്ട്. അമ്മയ്ക്കും പപ്പായ്ക്കും ചേട്ടായിക്കും പണിയുണ്ടായിരുന്നു. അപ്പോൾ 3 ആൾക്കും കൂടെ പോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അധികം നോക്കേണ്ടി വന്നില്ല. ബാക്കി കുറച്ച് പരിപാടികളേ ഉള്ളൂ. ഇനി ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ചെയ്യാൻ. പിന്നെ അത്ര വൃത്തികേടായിട്ടൊന്നും അല്ല കേട്ടോ കിടക്കുന്നത്. ഡെയിലി തുടയ്ക്കുന്നതുകൊണ്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ പോകുന്നുണ്ട് കേട്ടോ. അലക്കുന്ന സോപ്പും പാത്രം കഴുകുന്ന സോപ്പും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ദാ കടയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മാളു ഉള്ളപ്പോൾ മാളു കേട്ടോ എപ്പോഴും കടയിൽ പോകുന്നത്. അവളില്ലാത്തതുകൊണ്ട് പിന്നെ ഇതാ പതുക്കെ നടന്ന് പോകുന്നുണ്ട്. പിന്നെ വെയിലൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് അതുകൊണ്ട് പകൽ തീരെ വെയിലില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. അതുമല്ല ഒറ്റ മഴയിൽ നല്ല വെള്ളം വന്നു. തോട്ടിലും വെള്ളം വന്നു. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ റോഡാണ് കേട്ടോ. അത് ഉറവ പൊട്ടി വരുന്നതെന്ന് തോന്നുന്നു. ആ ഒരു കുഞ്ഞ് ഇടവഴിയുണ്ട്. അതിലിങ്ങോട്ട് വെള്ളം ഒഴുകി വരും. നല്ല രസമാണ്. ഞാനിടയ്ക്ക് ചുമ്മാ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുറേ നേരം അവിടെ പോയിട്ട് കാലൊക്കെ നനച്ചിട്ടാട്ടോ പിന്നെ കടയിൽ പോയത്. കട ഭയങ്കര അടുത്താണ്. തൊട്ട് അപ്പുറത്തായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കിതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അവിടെ പോയാൽ മതി.
ഒത്തിരി കുറേ സാധനങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടപ്പെട്ട അത്യാവശ്യം മുട്ടയോ, സബോള, എണ്ണ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ എനിക്ക് 2 സോപ്പ് മാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. പാത്രം കഴുകുന്ന സോപ്പും തുണി അലക്കുന്ന സോപ്പും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ദാ വീട്ടിൽ വന്നപ്പോഴത്തേനും ചേച്ചി അടുപ്പത്ത് കഞ്ഞി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കഞ്ഞിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വിറകടുപ്പിലാണ് ട്ടോ ചിലപ്പോൾ നമ്മൾ ചോറൊക്കെ വെക്കുന്നത്. ബാക്കി കറി മാത്രം ഇൻഡക്ഷനിൽ വെക്കും. ഗ്യാസ് തീർന്നിട്ട് ഒരാഴ്ച എങ്ങാണ്ടായി. ഇനിയിപ്പോൾ ഗ്യാസ് എടുക്കണം. ഇൻഡക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അപ്പോൾ ഞാൻ പിന്നെ പാത്രം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പണികളൊക്കെ വേഗം കഴിയും. പാത്രം കുറേ കഴുകാനുണ്ടായിരുന്നു. സോപ്പ് തീർന്നതുകൊണ്ട് കഴുകാതെ അങ്ങനെ ഇട്ടേക്കുവായിരുന്നു. എനിക്കിങ്ങനെ ഈ ചിലപ്പോൾ സോപ്പൊക്കെ തീരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ തുണി അലക്കുന്ന സോപ്പ് എടുത്ത് വെച്ചിട്ട് കഴുകും ട്ടോ. എനിക്കത് തീരെ ഇഷ്ടമല്ല. ആ സോപ്പ് വെച്ചിട്ട് കഴുകിയാൽ പോകത്തേ ഇല്ല. എനിക്ക് പിന്നെ പാത്രം കഴുകാൻ ഈ സോപ്പ് തന്നെ വേണം. അല്ലെങ്കിൽ വിമ്മോ അങ്ങനത്തെ ലിക്വിഡ് ഉണ്ടല്ലോ. ഞങ്ങൾ കൂടുതലും സോപ്പിനെ കഴിഞ്ഞും കൂടുതൽ ലിക്വിഡ് അങ്ങനത്തെയൊക്കെയാ ട്ടോ വാങ്ങുന്നത്. ഇവിടെ അടുത്തൊരു ചേച്ചിയുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരും. അത് തീർന്നു പോയി. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ സോപ്പ് വാങ്ങി. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും കൂടുതൽ അങ്ങനെ അടുത്തുള്ളവരുടെ അടുത്തോ അങ്ങനെ ഉണ്ടാക്കുന്നവരുടെ അടുത്തൊക്കെ വാങ്ങും ട്ടോ. ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഓഫറിൽ വാങ്ങും. ഇപ്പോൾ കുറേ നാളായി ഞങ്ങൾ പേട്ടയ്ക്ക് പോയിട്ട്. അങ്ങനെ പാത്രം കഴുകൊക്കെ ഏകദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ ഉള്ളൂ. എല്ലാ ദിവസവും ചിലപ്പോൾ 2 പേരൊക്കെ ചെയ്യും ട്ടോ. പിള്ളേരുള്ളതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ മറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈച്ച കയറും. അപ്പോൾ നമ്മൾ നല്ലൊരു വീടല്ലേ വൃത്തികേടാക്കി ഇടാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്നും എല്ലാം ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടന്നോളും. അപ്പോഴത്തേക്ക് അമ്മ വന്നു ട്ടോ. അമ്മയ്ക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ വന്നിട്ട് ചേച്ചി അമ്മയും കൂടി ടൗണിൽ പോകുന്നുണ്ട്. കുഞ്ഞിതേ ഇവിടെ നല്ല ഉറക്കമായിരുന്നു ട്ടോ. അവനിന്ന് പിള്ളേരില്ലാത്തതുകൊണ്ട് കളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചവരെ എന്തൊക്കെയോ കാണിച്ച് നടന്നിട്ട് പതുക്കെ കയറി കിടന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് പിള്ളേരെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ കടയിലൊക്കെ കയറാനുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ 2, 3 ദിവസമായിട്ടുള്ളൂ ട്ടോ പോയി തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഒന്നും അങ്ങ് റെഡിയാക്കിയിട്ടില്ല. എന്നും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ദേ ഷർട്ട് ഇടിപ്പിക്കുന്നുണ്ട്. ഉറക്കപ്പിച്ചിൽ ആശാൻ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല ട്ടോ. അവനങ്ങനെ വേറെ വഴക്കോ കാര്യമൊന്നും ഇല്ല. കഴിക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടാതെ ഇതിലേക്ക് ഇരുന്ന് കഴിക്കും. കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കും. കുറച്ച് നേരം തന്നെ കളിക്കും. ചേട്ടനും ചേച്ചിയും ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ അവരുടെ പുറകെ കിടന്ന് കളിയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ആശാനൊരു മടുപ്പുണ്ട്. പിന്നെ 2, 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ശീലമായിക്കോളും. 3 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അംഗൻവാടി വിടാമല്ലോ. ഇവിടെ അടുത്ത് തന്നെ ഒരു അംഗൻവാടി ഉണ്ട് ട്ടോ. അവിടെ കൊണ്ട് ചേർക്കാമല്ലോ. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവരും പോയി ട്ടോ. പിന്നെ ഞാൻ മാത്രമായി. അപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ രാവിലെ ഭക്ഷണം വൈകി കഴിച്ചുകൊണ്ട് എനിക്ക് വിശക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ പാത്രം കഴുകി ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാ ദിവസമൊന്നും അങ്ങനെ എല്ലാം ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല ട്ടോ. ചില ദിവസം വീഡിയോയ്ക്ക് നല്ല എഡിറ്റിംഗ് പരിപാടിയൊക്കെ കാണും. അപ്പോൾ ആ ഒരു സമയങ്ങളിലൊന്നും എനിക്കങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. അപ്പോൾ സമയം കിട്ടുന്ന ദിവസം ഞാൻ ഇതേപോലെ ഫുള്ള് പാത്രം കഴുകി ആ ഒരു സൈഡിലത്തെ സിങ്കും മേൽഭാഗവും എല്ലാം തേച്ച് കഴുകും. എനിക്കങ്ങനെ ഒന്ന് കഴുകി വെക്കുമ്പോഴേ അടുക്കള ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ നിലത്തെടുത്ത് വെച്ചിട്ട് ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് ട്ടോ. ഗ്യാസിൻ്റെ ഭാഗം പിന്നെ വലിയ വൃത്തിയാക്കാനൊന്നുമില്ല. ഗ്യാസ് അടുപ്പ് തീർന്നിരിക്കുന്നതുകൊണ്ട് കുറേ നാളായിട്ടത് ഉപയോഗമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ച് വിടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്തൊരു സമാധാനം. ഇനി ക്ലീൻ ചെയ്ത് ആ ഭാഗമൊക്കെ വൃത്തിയാവുന്നത് കാണുമ്പോൾ ഒരു സമാധാനം ട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട് പണി ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയും തീരും, മടുപ്പും ഉണ്ടാവത്തില്ല. അങ്ങനെ ദാ കിച്ചൺ വൃത്തിയായി. പിന്നെ ഹാള് വൃത്തിയാക്കാനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ടേബിളും തുടയ്ക്കുന്നുണ്ട്. വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിലും ഞാനൊന്ന് ജസ്റ്റ് തുടച്ച് വിടും. ഇപ്പോൾ വേനലൊക്കെ ആയതുകൊണ്ട് പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി ഹാള് തുടയ്ക്കുകയും അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരും മാറി മാറി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ട്ടോ. നോക്കിയപ്പോഴാണ് പയറ് കറി തീർന്നെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ എല്ലാവരും വൈകുന്നേരം ആയിരിക്കും വരുന്നത്. അപ്പോൾ ചമ്മന്തി വെറുതെ തേങ്ങ അല്ല അരച്ച് വെക്കേണ്ടെന്ന് വിചാരിച്ചു. വൈകുന്നേരം എന്തായാലും വേറെ കറി വെക്കും. അപ്പോൾ കുറച്ച് ചമ്മന്തി എനിക്ക് മാത്രമേ അരച്ചുള്ളൂ. ചമ്മന്തിയും അതുപോലെ മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. രണ്ടും നല്ല കോംബോയാണ്. എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. കഞ്ഞി, അച്ചാറ്, ചമ്മന്തി അങ്ങനെയൊക്കെ. കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു തൃപ്തിയായിരിക്കും. പിന്നെ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് എരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ കുറേ മുളക് വാരിയിട്ടു. എരിവ് കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് നല്ല വിലക്കുറവിൽ കിട്ടും. 2.5 കിലോ 100 അങ്ങനെ എന്തോ 2 കിലോ 100 അങ്ങനെ എന്തായിട്ട് വാങ്ങിയാട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചുകൂടി ഞാൻ ചോക്ലേറ്റ്സോ അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കൽ കുറവാണ്. മാക്സിമം അവോയ്ഡ് ചെയ്യും. എന്നാലും എനിക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കാൻ തോന്നും. നമ്മൾ മൈഗ്രെയിനിന് ശരിക്കും ചോക്ലേറ്റ് കഴിക്കുന്നത് സ്കിപ്പ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ
കുറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഡൻസി ഉണ്ടെങ്കിലും ഞാൻ കഴിക്കണം ഭയങ്കരമായിട്ട് കുറച്ചു. പിന്നെ ചോക്ലേറ്റ്സൊന്നും അധികം കഴിക്കണത് നല്ലതല്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ അടുത്ത പണിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുറച്ച് മുറ്റടിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ പിന്നെ അധികം മുറ്റടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സൈഡ് മാത്രമേ അടിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് 2 ദിവസമൊക്കെ കൂടുമ്പം അടിക്കാറുണ്ട്. എന്നൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ മാത്രമേ ഇല വീഴാറുള്ളൂ കേട്ടോ. ഫ്രണ്ടിലൊന്നും അധികം ഇലയില്ല. ഇപ്പോൾ കാറ്റുള്ളത് കൊണ്ട് കാറ്റത്ത് വന്ന് കുറച്ച് ഇലകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി കളയാനുള്ളൂ. മറ്റേ പോലെ കുനുകുനാന്നുള്ള ചെറിയ ഇലയല്ല, വലിയ തേക്കിലയായിരിക്കും, അല്ലെങ്കിൽ വലിയ പ്ലാവിൻ്റെ ഇല. അതുകൊണ്ട് തന്നെ അത് പെറുക്കി കളഞ്ഞാൽ മതി. അടിച്ചു വാരലില്ല കേട്ടോ. പുല്ലായതുകൊണ്ട് അടിച്ചു വാരാനും പാടാണ്. അതുകൊണ്ട് പിന്നെ ഈ ഒരു സൈഡ് ഭാഗവും ഷെഡും അതുമൊക്കെ ക്ലീൻ ആക്കി ഇട്ടാൽ മതി. അപ്പോൾ ഷെഡ് 2, 3 ദിവസമായിട്ടോ കഴുകിയിട്ട്. ഷെഡിൽ മഴ ആയതുകൊണ്ട് ചെളിയൊക്കെ ചവിട്ടി കയറുന്നുണ്ട്. വണ്ടി കയറ്റുന്ന സമയമാണെങ്കിലും അതിൻ്റെ ചെളി ഉണ്ടാവും. അപ്പം ആഴ്ചയിലൊന്നോ അങ്ങനെയൊക്കെ കഴുകാറുള്ളൂ. നല്ല ചെളി ഉണ്ടെങ്കിൽ മാത്രം വേഗം വേഗം കഴുകിയിടും. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴുകും. അപ്പോൾ തിണ്ണയിലും കുറച്ച് ചെളിയൊക്കെ ചവിട്ടി കയറ്റിയിട്ടുണ്ട്. പിള്ളേരുള്ളതുകൊണ്ടാട്ടോ. അവരുള്ളതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. തീരെ കുഞ്ഞുങ്ങളല്ല. അപ്പോൾ അവർ നമുക്ക് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് അനുസരിപ്പിക്കാൻ പറ്റില്ലല്ലോ. പതുക്കെ പതുക്കെ ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കാനല്ലേ പറ്റുള്ളൂ. അവൻ ചിലപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരുമ്പോഴത്തേനും ചെളിയാവും. എന്നാൽ പിന്നെ ഞാനാണ് ആ ചൂല് വെച്ചിട്ട് ഉറച്ച് കഴുകി അങ്ങ് വിട്ടു കേട്ടോ. വേനൽ സമയത്ത് പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങിപ്പോയായിരുന്നു. പക്ഷെ പെട്ടെന്ന് മഴ വന്നപ്പോഴത്തേക്കും അവിടെയൊക്കെ ചെളിയായി. കാരണം പുല്ലുണ്ടെങ്കിൽ അത്ര ചെളി വരില്ല. പുല്ലില്ലാത്തതുകൊണ്ട് ചെളിയായി. അതുകൊണ്ട് പിന്നെ കഴുകി വിടാമെന്ന് വിചാരിച്ചു. ഷെഡും നേരത്തെ ആണെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ അടിച്ച് വാരത്തേ ഉള്ളൂ. അപ്പോൾ ചെളി ഉള്ളതുകൊണ്ട് കഴുകി വിടാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകിട്ടത്തെ മഴയത്ത് സംഭവിച്ച കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് ചെളിയായി. രാവിലെ പിള്ളേർ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. അവരിപ്പോൾ പിന്നെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വൈകുന്നേരം വന്നിട്ടുള്ള കളിയൊക്കെ ഉള്ളൂ. എന്നാലും അധികം അങ്ങനെ പുറത്തെ കളി കുറവാണ്. അപ്പോൾ എന്തായാലും ഷെഡ് അങ്ങ് കഴുകി വിടുകയാണ്, വൃത്തിയായിട്ട് കിടന്നുള്ളൂ. കാറുള്ളപ്പോൾ കഴുകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കാറില്ലാത്തതുകൊണ്ട് കഴുകാനും എളുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ചൂല് വെച്ച് തന്നെ ആ വെള്ളവും വെച്ച് അങ്ങനെയും അങ്ങ് കഴുകി. ഇച്ചിരി വെള്ളമൊക്കെ നഷ്ടമാകും, എന്നാലും പെട്ടെന്ന് പണി തീരുമല്ലോ. എനിക്ക് ഭയങ്കര മടിയാട്ടോ ബക്കറ്റിൽ കോരി വെച്ചിട്ട് കഴുകാൻ. അതുകൊണ്ട് ഞാൻ വേഗം വേഗം വെള്ളം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി അടിച്ചു വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ പണിയും തീർന്നു. വേഗം തന്നെ അവിടെ ക്ലീനും ആയി. അപ്പോൾ ഷെഡ് വേഗം വൃത്തിയാക്കിയിട്ട് വേണം അകത്ത് പോയിട്ട് അകമൊക്കെ തുടയ്ക്കാൻ. ഇപ്പോഴാണെങ്കിൽ പിള്ളേരില്ലല്ലോ. അപ്പോൾ വേഗം ഉണങ്ങുകയും ചെയ്തോളും. പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഓർമ്മയില്ലാണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അല്ലെങ്കിൽ അവർ പുറത്താക്കിയിട്ട് വേണം തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അവരില്ലാത്തതുകൊണ്ട്, ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വലിയ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ച് പൊടിയേ ഉള്ളൂ. വേനലായതുകൊണ്ട് അകത്തുനിന്നും പുറത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം കുറച്ച് പൊടി വരുന്നതാണ്. പുല്ലായതുകൊണ്ട് സത്യം പറഞ്ഞാൽ വലിയ പൊടി കയറുന്നുമില്ല കേട്ടോ. ഉള്ള പൊടി അടിച്ച് വാരിയിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും തന്നെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് കുറേ നേരം വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ സമയം പോയി. പിന്നെ വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ടെൻഷനില്ല. എപ്പോഴും ഞാനിപ്പോൾ മാക്സിമം ഹാള് വൃത്തിയാക്കിയിടും. നല്ല വീടല്ലേ, നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി തോന്നും. വാടക വീട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീടിനൊക്കെ കഴിഞ്ഞ് വാടക വീടാണെങ്കിൽ നമ്മൾ വേറെ ആളുടെ വീടല്ലേ, അപ്പം കുറച്ചും കൂടി നീറ്റാക്കി ഇടാനേ ശ്രമിക്കത്തുള്ളൂ. നമ്മൾ സ്വന്തം വീട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് വൃത്തികേടായിട്ട് കിടന്നാലും കുറച്ച് കഴിയുമ്പോൾ വൃത്തിയാക്കാം അങ്ങനെ വിചാരിക്കാം. പക്ഷേ വാടക വീടായതുകൊണ്ട് ഞാൻ എപ്പോഴും നീറ്റാക്കി വെക്കും കേട്ടോ. പെട്ടെന്ന് അവർ കയറി വന്നാൽ പോലും ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. നമ്മൾ വാടകയ്ക്ക് വീട് കൊടുത്തിട്ട് അവർ നന്നായിട്ട് നോക്കുന്നില്ല അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി എപ്പോഴും തന്നെ നീറ്റായിട്ട് ക്ലീനായിട്ട് ഇടും. പിന്നെ കിച്ചണൊന്നും തുടയ്ക്കാൻ പറ്റാറില്ല. ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോഴേ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ കിച്ചണും തുടയ്ക്കുന്നുണ്ട്. കിച്ചണിൽ കുറച്ച് അഴുക്കുണ്ടാവും അതുകൊണ്ട്. അപ്പോൾ തുടച്ച് ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയപ്പോഴത്തേനും ആളും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അലീനയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ സ്കൂളിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ട് അമ്മയും ചേച്ചിയൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ച് ചെടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ കുറേ ഇലച്ചെടി ഉണ്ടെങ്കിലും പൂച്ചെടികൾ കുറവാട്ടോ. അപ്പോൾ അമ്മ ചെമ്പരത്തിയൊക്കെയാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നിരിക്കുന്നത്. ചെമ്പരത്തിയും ചെത്തിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ പിന്നെ പൂത്തോളൂ. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. രോഹിണിയുടെ അവിടെ ഞാൻ കുറച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായി പൂത്ത് വരുന്നതേ ഉള്ളൂ. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇവിടെ നിന്നൊക്കെ കൊണ്ടിടണം. അപ്പം ആള് വന്ന പാടെ അവൾക്ക് സ്കൂളിൽ പരീക്ഷ ഇട്ടതാട്ടോ കൊണ്ട് കാണിച്ചത്. ഇന്നലെ ഇവിടെ ഭയങ്കര പഠിത്തമായിരുന്നു. അവൾ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഫുള്ളിരുന്ന് എഴുതി പഠിച്ചു കേട്ടോ. അവൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കും. ഇത് ചെറുതിലേ തന്നെ അങ്ങനെ ഒരു പഠിക്കുന്ന മൈൻഡൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഫുള്ള് മേടിച്ചുകൊണ്ടൊക്കെ ആയിട്ട് വന്നത്. പിന്നെ ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. കുറച്ച് മാവ് എന്നിട്ട് മിച്ചം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ അങ്ങ് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പായി. അപ്പോൾ അവർ പിന്നെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് തന്നെ പൊറോട്ട ഇന്ന് പപ്പ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തു. അവർ റീലും കണ്ടുകൊണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അവർ റെവീനയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റീസെൻ്റ്ലി അവളുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ. ഞാൻ എപ്പോഴും അവളുടെ വീഡിയോ കാണും. നല്ല രസമല്ലേ സംസാരമൊക്കെ കേൾക്കാൻ. ഇന്ന് ഡാൻസും അടിപൊളിയായിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ കഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് അവളുടെ വീഡിയോ ആണ് വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ മാള് വിട്ടിരുന്ന് പഠിക്കുന്നത് കണ്ടു. അവൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിയുമ്പോഴത്തേനും അവൾ ഇരുന്ന് പിന്നെ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ കുഞ്ഞവിടെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ചേട്ടനും അനിയനും കൂടെ എന്തോ വഴക്കായി. അപ്പോൾ അതിൻ്റെ കരച്ചിലാണ്.
അപ്പോൾ ഇന്നലെ അവൾക്ക് ഇംഗ്ലീഷായിരുന്നു കേട്ടോ പഠിക്കാനുണ്ടായിരുന്നത്. ഇന്ന് മലയാളമാണ്. അപ്പം എല്ലാ ദിവസവും എല്ലാമൊന്നും അങ്ങനെ ഫുള്ള് പഠിക്കാനില്ല. അവള് പിന്നെ തന്നെത്താനെ നോക്കി എല്ലാം പഠിച്ചോളും. സിദ്ധുവിന് പിന്നെ പഠിക്കാനുള്ളതൊക്കെ എഴുതി കൊടുത്ത് വിട്ടിട്ടുണ്ട് ട്ടോ. യുകെജി അല്ലേ. അപ്പോൾ നമ്മളതിനെ പഠിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ എബിസിഡിയും കാങ്ങാജാനിയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ദാ പപ്പ വന്നു ട്ടോ അപ്പത്തേക്കും. പപ്പ പിന്നെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം അൺബോക്സിംഗ് ആണ് ട്ടോ ഇവിടെ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും പപ്പ ഓരോന്നെടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പപ്പ കഴിക്കാനായിട്ട് ലഡു വാങ്ങിച്ചുകൊണ്ട് വന്നു ട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് ലഡു കാണുന്നത്. കുറേ നാൾ കൂടി കഴിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ദേ മാള് വീട്ടിലിരുന്ന് എഴുതി പഠിക്കുന്നുണ്ട് ട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുളിക്കാനൊക്കെ ആയിട്ട് പോയി. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചേട്ടായി വന്നപ്പോൾ ദേ കുഞ്ഞിനെ ഇത് കളിപ്പിക്കുന്നുണ്ട്. അവൻ ചേട്ടായിയുടെ അടുത്ത് മാത്രം അത്ര അടുക്കത്തില്ല. എന്നാലും വരും അങ്ങനെയൊക്കെ ചെയ്യും. എന്നാലും എപ്പോഴൊന്നും വരത്തില്ല കേട്ടോ. പുള്ളിക്കാരൻ ഓരോ മൈൻഡാ. ചില സമയത്ത് വരും, ചില സമയത്ത് വരത്തില്ല, അങ്ങനെയാ. എൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ്. ചില സമയത്തേ വരത്തുള്ളൂ. ചില സമയത്ത് ഭയങ്കര മടിയാണ്. അപ്പോൾ അവന് ഉറക്കമൊക്കെ വന്നു തുടങ്ങി ട്ടോ. വൈകുന്നേരം ഒരു പാലുകുടി ഉണ്ട്. അത് കഴിയുമ്പോഴത്തേനും പിന്നെ ആശാൻ പതുക്കെ ഉറങ്ങിക്കോളും. സിദ്ധു പിന്നെ നേരത്തെ കിടന്നുറങ്ങി. എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ അവർ ഹാളിൽ കിടന്നല്ല കേട്ടോ ഉറങ്ങുന്നത്. മുറിയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. പപ്പായും അമ്മയാണ് ഹാളിൽ കിടക്കുന്നത്. അപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയതുകൊണ്ട് പിന്നെ അവനെ അവിടെ അങ്ങ് കിടത്തി. കുറച്ച് കഴിയുമ്പോഴത്തേനും എടുത്ത് അകത്തേക്ക് കിടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.